നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടവുമായി ടീം ഇന്ത്യ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ന് ഡൽഹിയിലെത്തും. രാവിലെ ഡൽഹിയിലെത്തുന്ന ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് വമ്പൻ സ്വീകരണങ്ങളാണ്. താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. ഒന്നിച്ചുള്ള പ്രഭാത ഭക്ഷണത്തിനു ശേഷം സ്വീകരണത്തിനും റോഡ് ഷോയ്ക്കുമായി മുംബൈയിലേക്ക് പോകും. ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തും. നരിമാൻ പോയിന്റ്, മറൈൻ ഡ്രൈവ്, വാങ്കഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ. വൈകിട്ട് 5 മുതലാണ് വിക്ടറി പരേഡ്. തുടർന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള സ്വീകരണ പരിപാടിയിൽ വെച്ച് ടീമിന് പ്രഖ്യാപിച്ച 125 കോടി രൂപ BCCI കൈമാറും. മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നിരന്തരം ശ്രമം തുടരുകയാണെന്നും സംഘർഷം ആളിക്കത്തിക്കുന്നവരെ ജനം തിരസ്കരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. ഇന്നർ മണിപ്പൂരിലെ കോൺഗ്രസ് MP എ ബിമോൽ അക്കോയിജം തിങ്കളാഴ്ച അർദ്ധരാത്രി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിലെ പ്രസംഗത്തിൽ ഈ വിഷയം പരാമർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായത്. അഴിമതിക്കാർ ആരും രക്ഷപ്പെടില്ലെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച നടന്നുവെന്നത് തികച്ചും തെറ്റായ കാര്യമാണെന്നും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്നതും ദൗർഭാഗ്യകരമാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്നും മോദി വ്യക്തമാക്കി. വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ധനസഹായം നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന കളവാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞതുപോലെ ധനസഹായം കിട്ടിയിട്ടില്ലെന്ന് വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബം പ്രതികരിച്ചിരുന്നു. അഗ്നിവീർ അജയ് സിംഗിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ പങ്കുവച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. അതേസമയം അഗ്നിവീർ അജയ് കുമാറിൻ്റെ കുടുംബത്തിന് 98 ലക്ഷം രൂപ ധനസഹായം നൽകിയെന്നും 67 ലക്ഷം കൂടി നൽകാൻ ഉള്ള നടപടികൾ പൂർത്തിയാക്കി നൽകുമെന്നും രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളി കരസേന വ്യക്തമാക്കി. സൈന്യത്തിൻ്റെ വിശദീകരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള കോൺഗ്രസ് ഓഫീസായ രാജീവ് ഗാന്ധി ഭവൻ നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം BJPക്കും സംഘപരിവാറിനും എതിരെയുള്ള തൻ്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. BJP ഹിന്ദു സംസ്കാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയില്ലെന്നും BJP വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഗുജറാത്തിലെ ജനങ്ങൾ BJP സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. മന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിലെ പ്രതികളായിട്ടുള്ള ജിനു, സോമൻ, പ്രമോദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭർത്താവ് അനിൽ ആണ് 1-ാം പ്രതി. ഇവർ 4 പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് പോലീസിൻ്റെ നിഗമനം. കലയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി. 2 ദിവസമായി പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. വെറും ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തെളിവും ലഭിച്ചിട്ടില്ലെന്നും സുരേഷ് മത്തായി ആരോപിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാൻ്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സത്യമല്ല, ശുദ്ധ മനസ്സുകൊണ്ടാണ് പലതും പറയുന്നത്. തിരുത്താൻ സമയം കൊടുക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. എന്തുകൊണ്ട് സജി ചെറിയാൻ തിരുത്തിയില്ലെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പനിയാണെന്നും നിയമസഭയിൽ മന്ത്രിസഭാ യോഗത്തിലും വന്നിട്ടില്ലെന്നും ശിവൻകുട്ടി മറുപടി നൽകി. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ MLA മാർക്കെതിരെ കേസെടുത്തതിനെതിരെ KSU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് KSU പ്രവർത്തകർക്കു നേരെ 3 റൗണ്ട് ജലപീരങ്കി ഉപയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ചു. സംസ്കൃത കോളേജിന് മുന്നിലെ SFI ബാനറുകളും KSU പ്രവർത്തകർ വലിച്ചു കീറി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. MLA മാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ രാത്രി സ്റ്റേഷൻ ഉപരോധം നടന്നത്.
ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് റോബോട്ടിക് പരിശീലനം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതിനായി ഈ വർഷം 20,000 റോബോട്ടിക് കിറ്റുകൾ കൂടി CSR ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി സ്കൂളിൽ അടുത്ത മാസം മുതൽ ലഭ്യമാക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സാങ്കേതിക കാര്യങ്ങളുടെ ചുമതലയുള്ള കൈറ്റ് തയ്യാറാക്കിയ സമഗ്ര പ്ലസ് ഡിജിറ്റൽ പോർട്ടൽ ഈ മാസം മുതൽ ക്ലാസ് മുറികളിൽ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഇറാൻ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവക്കടത്ത് കേസ് ഏറ്റെടുത്ത് NIA. രാജ്യാന്തര തലത്തിൽ മനുഷ്യക്കടത്ത് നടന്നെന്ന വിലയിരുത്തലാണ് കേസ് NIA കൊച്ചി യൂണിറ്റ് ഏറ്റെടുത്തത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കിട്ടി. ഇതോടെ കൊച്ചിയിലെ NIA കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായി. നിലവിൽ ആലുവ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസ് NIA ഏറ്റെടുക്കുന്നതോടെ ഇറാൻ കേന്ദ്രീകരിച്ച് അന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തോൽവിയിൽ തുറന്ന വിമർശനം നടത്തി മുതിർന്ന നേതാവ് തോമസ് ഐസക്. LDF അടിത്തറയിലെ ഒരു വിഭാഗം വോട്ട് BJP-യിലേക്ക് പോയെന്നും ഇത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. തോൽവിയിൽ CPM പരിശോധനകൾ തുടരുന്നതിനിടെയാണ് തോമസ് ഐസക് സോഷ്യൽ മീഡിയ വഴി പ്രതികരണം നടത്തിയത്. തിരുവല്ല നഗരസഭയിലെ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസിൽ വിശദീകരണം നൽകി തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ. ഞായറാഴ്ചയാണ് റീൽസ് ചിത്രീകരിച്ചതെന്നാണ് ജീവനക്കാർ നൽകിയ മറുപടി കണ്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടിയെന്നും അവധിയിലുള്ള നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. എറണാകുളം യലൂരിലുണ്ടായ മാലിന്യ പുക അണച്ച് ഫയർഫോഴ്സ്. ഗുരുവായൂരിലെ അമ്പലനടയിൽ എന്ന സിനിമയുടെ സൈറ്റിൻ്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതോടെയാണ് പ്രദേശത്ത് മാലിന്യ പുക ഉയർന്നത്. പ്ലാസ്റ്റിക്കും മറ്റ് വസ്തുക്കളും കത്തി ജനങ്ങൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു. ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉന്നത അധികൃതർ ഉറപ്പ് നൽകി. സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് വിഷയത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്രാക്ടീസ് നടത്തുന്നുണ്ടെന്ന ആരോപണം വിജിലൻസ് വിഭാഗം ജാഗ്രതയോടെ പരിശോധിച്ച് ഫലപ്രദമായി ഇടപെടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കാൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയതായി DMO അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.